പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യരും തമ്മിലുള്ള ഗാഠബന്ധത്തെ വ്യക്തമാക്കുന്ന മുന്തിരിച്ചെടിയും ശാഖകളുമെന്ന ഉപമയിലൂടെ യേശു നമ്മിലും നാം യേശുവിലും ആയിത്തീരുന്ന അനുഭവത്തെക്കുറിച്ച് കണ്ടു. പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 15-ാം അധ്യായം അവസാനിപ്പിച്ചത്. 16-ാം അധ്യായം കംപ്ലീറ്റ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു, സഹായിക്കുന്നു എന്നതൊക്കെ വ്യക്തമാക്കുന്നു. 16:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ശിഷ്യർ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചുരുങ്ങിയ വിവരണം നൽകിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. യേശു പറയുന്നു, നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നെന്ന് കരുതുന്ന സമയം വരുന്നെന്ന്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത്? 3-ാം വാക്യത്തിൽ യേശു അത് പറയുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ മുൻകൂട്ടി പറയുന്നത്. നിങ്ങൾ ഭയപ്പെടാനല്ല. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശു ലോകത്തെ കീഴടക്കി. അപ്പോൾ ക്രിസ്തു ശിഷ്യർ ഭയപ്പെടേണ്ട കാര്യമില്ല. പീഡനങ്ങളുണ്ടാകും, പക്ഷേ ആ പീഡനങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള പരിശുദ്ധാത്മ നൽവരം യേശു നമുക്ക് നൽകും. യേശു ലോകത്തെ ജയിച്ചതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല എന്നാണ് പറയുന്നത്. 16:5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടേക്ക് പോകുന്നെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരില്ല. 14-ാം അധ്യായം 15-ാം വാക്യം മുതൽ സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം ശ്രവിച്ചതാണ്. എന്നേക്കും നമ്മളോടുകൂടെ ആയിരിക്കാൻ അയച്ചു തരുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, മറ്റൊരു സഹായകൻ. യേശു നമ്മെ ഓർമ്മിപ്പിച്ചു, നിങ്ങളെ ഞാൻ അനാഥരായി വിടത്തില്ല. ഞാൻ പോകുന്നെങ്കിലും ഞാൻ സഹായകനെ അയക്കും. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടു. സഹായകനാണ്, നമുക്ക് ആശ്വാസം പകരുന്നവനാണ്, സമാധാനം പകരുന്നവനാണ്, നമ്മുടെ അസ്വസ്ഥതകളെല്ലാം അകറ്റുന്നവനാണ്, ധൈര്യം പകരുന്നവനാണ്. തുടർന്ന് യേശു പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മോടൊത്ത് വസിച്ചുകൊണ്ട് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം തരും. ദൈവിക വെളിച്ചത്തിലേക്ക് നാം വരുമ്പോൾ തീർച്ചയായിട്ടും പാപബോധം നമ്മിലുണ്ടാകും. മാത്രമല്ല, നീതിയെക്കുറിച്ച്. എന്താ നീതി? ദൈവ തിരുഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തിന് പ്രീതികരമായ പ്രവർത്തികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ന്യായവിധി കർത്താവിൻ്റെ ആഗമനത്തോടെ നടക്കുന്ന, നമ്മെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിർത്തുന്ന ന്യായവിധി. 12 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, യേശു നമ്മെ പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് നമ്മളോടുകൂടെ ആയിരിക്കുവാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയും യേശു പഠിപ്പിച്ച കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും.
എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപാടിനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് ദൈവത്വത്തിൻ്റെ സർവ്വസമ്പൂർണതയിലേക്ക് നമ്മെ നയിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയാണ്, ആത്മാവ് എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മെ സഹായിക്കുമെന്ന്. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ പറയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുമെന്ന്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണത മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. 18-ാം വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞു, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നയനങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് മുഖേനയാണ് ഈ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ എന്ന്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ അതിനോട് സമാനമായി പൗലോസ് ശ്ലീഹ പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ദൈവാത്മാവാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത്. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്നു. കാരണം പുത്രനിലൂടെ അവൻ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പുത്രനിൽ നിന്ന് സ്വീകരിച്ച് നമ്മളോട് പ്രഖ്യാപിക്കും. പിതാവിൻ്റെ വെളിപ്പെടുത്തൽ മുഴുവൻ നൽകുന്നത് പുത്രനാണ്. പുത്രനിൽ നിന്ന് സ്വീകരിച്ച് നമ്മളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. 15-ാം വാക്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണത നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പുത്രനാണ്. ആ പുത്രൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ഗ്രഹിക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളെ തുറന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്. 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ: 1 പാപബോധം നൽകും, 2 നീതിയെക്കുറിച്ച് ബോധം നൽകും, 3 ന്യായവിധിയെക്കുറിച്ച് പറയും നമ്മളോട്, 4 സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും, 5 യേശുവിൽ നിന്ന് കേട്ടതെല്ലാം നമ്മളെ അറിയിക്കും, നമ്മളോട് പ്രഖ്യാപിക്കും, 6 അവൻ യേശുവിനെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തും. 7 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നമ്മളെ പഠിപ്പിക്കും, നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, നമുക്ക് അറിവ് പകരും സഹായകനായ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ 10 പ്രവൃത്തികളാണ് ഈ 14, 16 അധ്യായങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ വചനം സ്വീകരിക്കുകയും വചനം നമ്മിൽ നിലനിൽക്കുകയും വേണം. നാം വചനത്തിലും നിലനിൽക്കണം, അഥവാ വചനാനുസൃതമായ ജീവിതം നയിക്കണം. ഒപ്പം സഭയോട് ചേർന്ന് നിന്ന് സഭാഗാത്രത്തിലെ അവയവങ്ങളായി സഭയുടെ കൗദാശിക ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിലും, പ്രത്യേകിച്ച് സമ്പൂർണ്ണ ആരാധനയായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താനും കർത്താവിനെ സ്വീകരിച്ചനുഭവിക്കാനും വചനവും സഭയുടെ കൂദാശകളും വഴി നാം സ്വീകരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും. മാത്രമല്ല, പിതാവും പുത്രനും നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് മുഖേനയാണ്. 14:23 പറഞ്ഞു. അതുപോലെ 14:20 പറഞ്ഞു. യേശു പിതാവിലും പിതാവ് യേശുവിലും നാം യേശുവിലുമാണെന്ന് നമുക്ക് ബോധ്യം നൽകുന്നത്, അറിവ് പകരുന്നത് സഹായകനായ പരിശുദ്ധാത്മാവാണെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിൽ നിറവേറിയാൽ എന്തുമാത്രം നമുക്ക് ആത്മീയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക.
നാം ഉൽപ്പത്തി പുസ്തകം പഠന വിഷയമാക്കിയപ്പോൾ കണ്ടു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മിലും ഈ ലോകത്തിലും നിറവേറാൻ പ്രപഞ്ചത്തെയും നമ്മെയും ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന്. വചനം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നത്, നമ്മെ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ വഴിയൊരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിർവഹിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് പൂർത്തിയാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. സഭാഗാത്രത്തിലെ അവയവങ്ങളായി നമ്മൾ തീരുമ്പോൾ നമ്മിലൂടെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന വിവരണത്തിലൂടെ, ആ ഉപമയിലൂടെ നാം മനസ്സിലാക്കി, മുന്തിരിച്ചെടിയാകുന്ന യേശുവിൻ്റെ ശരീരം അഥവാ സഭാഗാത്രം, ആ ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായ വിശ്വാസികൾ ഓരോരുത്തരും. ശാഖയോട് ചേർന്ന് നിന്നാൽ ഏറെ ഫലം പുറപ്പെടുവിക്കും, തഴച്ചു വളരുകയും ചെയ്യും, പിതാവ് വെട്ടിയൊരുക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് സഭാഗാത്രത്തിലെ അവയവങ്ങളാകുന്ന നമ്മിലേക്ക് പ്രവഹിക്കുന്ന ജീവചൈതന്യം, നമ്മെ സഭാഗാത്രത്തോട് ചേർത്ത് നിർത്തുന്നതും വിശ്വാസത്തിൽ വളർത്തുന്നതും ദൈവസ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമായി നാം കാണുന്നു. ശക്തമായ പരിശുദ്ധാത്മാ ആവാസവും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഈ 16-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമ്മെ ജീവൻ്റെ സമൃദ്ധിയിലേക്കും ദുഃഖം സന്തോഷമായി മാറുന്ന അനുഭവത്തിലേക്കും നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. 16-ാം വാക്യം മുതൽ, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. യേശു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ ശിഷ്യന്മാർ പരസ്പരം ചോദിച്ചപ്പോൾ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? 16-19 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതെന്തുകൊണ്ടാണ്? ഉത്ഥാനം അല്പസമയത്തേക്കേ ഉള്ളൂ. വിലാപം ഒരു രാത്രി നീണ്ടേക്കാമെന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ കുരിശുമരണം ഉത്ഥാനത്തിലേക്ക് നമ്മെ നയിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ സഹനങ്ങൾ രക്ഷാകരമാണ്, ആനന്ദദായകമാണ്. ക്രിസ്ത്യാനിയുടെ വിശ്വാസം കുരിശിൽ അവസാനിക്കുന്നതല്ല, കുരിശിനപ്പുറത്ത് ഉത്ഥാന പ്രത്യാശയിലേക്ക്, കുരിശു പൂക്കുന്ന അനുഭവത്തിലേക്കാണ് ക്രിസ്തീയ ജീവിതം നമ്മെ നയിക്കുന്നത്. അതാണ് ഇവിടെയും പറയുന്ന ദുഃഖം സന്തോഷമായി മാറും. 21-ാം വാക്യത്തിൽ ഇത് യേശു ഒരു ഉപമയിലൂടെ അവതരിപ്പിക്കുന്നു. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അറിയുകയില്ല. ഒരു കുഞ്ഞ് ജനിച്ചതിനെ പ്രതി അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം, അമ്മയുടെ ആ ആനന്ദം അത് ഒരിക്കലും അവളുടെ വേദനയെ ഓർമ്മിപ്പിക്കത്തേയില്ല. ആ വേദനയെല്ലാം ഈ ആനന്ദം എടുത്തു കളയും. അതുപോലെ തന്നെയാണ് കുരിശിൻ്റെ വേദന, നൊമ്പരങ്ങൾ, ഉത്ഥാന മഹത്വം, പ്രത്യാശ എടുത്തു മാറ്റും. യേശു പറയുന്നു, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകും. ഇതും 14, 15, 16 അധ്യായങ്ങളിൽ ആവർത്തിച്ച കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും അത് നൽകും. ഇതുവരെ നിങ്ങൾ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. യേശു പറയുന്ന ചോദിക്കുവിൻ ലഭിക്കുമെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. സമാന്തര സുവിശേഷങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു നമുക്ക് നൽകുന്നത് ദൈവാത്മാവ് മുഖേന നൽകുന്ന ആനന്ദമാണ്, ആത്മാവിൻ്റെ ആശ്വാസമാണ്, സമാധാനമാണ്.
പരിശുദ്ധാത്മാവിൻ്റെ ഈ നാൾവരങ്ങളെല്ലാം കൊണ്ട് ഹൃദയം നിറയുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാൻ, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച് ആത്മഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നാം വളരണം. 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് എന്ന് വെച്ചാൽ പിതാവിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. യേശു പിതാവിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുന്നവരെ പിതാവ് സ്നേഹിക്കും. യേശുവിൻ്റെ കൽപ്പന പാലിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുമെന്ന് 14-ാം അധ്യായം 20-ഉം 23-ഉം വാക്യങ്ങളിൽ പറഞ്ഞതാണ്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ എല്ലാം സ്പഷ്ടമായി പറയുന്നു. ഇതുവരെ അല്പസമയം കഴിഞ്ഞ് കാണും, പിന്നും അല്പസമയം കഴിയുമ്പോൾ കാണത്തില്ല, ലോകം സന്തോഷിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, ഇങ്ങനെയൊക്കെ പറയുന്നു. ഒന്നും സ്പഷ്ടമായിട്ടല്ല, അവ്യക്തമായി ഉപമകളിലൂടെ. പക്ഷേ ഇപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഇപ്പോൾ ഇതാ നീ എല്ലാം സ്പഷ്ടമായി സംസാരിക്കുന്നു. ഇനി ഞങ്ങൾ ഒന്നും തന്നെ നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം 30-ാം വാക്യം, നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപേക്ഷിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോടുകൂടെയുണ്ട്. നിങ്ങൾ എന്നെ ഏകനായി വിട്ടുപോകും, പക്ഷേ എൻ്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് കർത്താവിൻ്റെ മരണശേഷം ഞങ്ങളെല്ലാവരും കർത്താവിനെ വിട്ടുപേക്ഷിച്ചു, അവനെ ഉപേക്ഷിച്ചിട്ട് ഓടിയല്ലോ, അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കാൻ സാധ്യതയുണ്ടല്ലേ. പക്ഷേ കർത്താവ് പറയാൻ, നിങ്ങൾ അങ്ങനെ ഓർത്ത് വിഷമിക്കണ്ട, എന്നെ ഓർത്ത്. കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവുമുണ്ട്. ദൈവദൂതന്മാരെ അയച്ച യേശുവിനെ പിതാവ് ബലപ്പെടുത്തും. അവസാനം യേശു പറഞ്ഞു നിർത്തുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ നാനാവിധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ തക്കവിധം ദൈവാത്മാവിനെ ഹൃദയത്തിൽ നമുക്ക് നിരന്തരം ഓർത്ത് ധ്യാനിക്കാൻ, സഹായകനായ പരിശുദ്ധാത്മാവിൽ എപ്പോഴും ആശ്രയിക്കാൻ, ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളനുസരിച്ച് ജീവിക്കാൻ, ആത്മാവിൻ്റെ പ്രേരണകളെ നിരസിക്കാതിരിക്കാൻ ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ആത്മനിറവിലുള്ള, ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലുള്ള, പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ പിതാവായ ദൈവം അവിടെ നയിച്ചു തന്ന സഹായകനായ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. യേശു തമ്പുരാൻ തൻ്റെ സഹായകനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി അയക്കുന്ന ആ സഹായകൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.